കുറഞ്ഞ വിലക്ക് ഇതേ ഒരു വലിയ വീട് വന്നിട്ടുണ്ട്. അത്ര വലിയ വീടൊന്നും പറയാൻ പറ്റില്ല. 2100 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വെറും 3 വർഷം മാത്രം പഴക്കമുള്ളൊരു വീട്. ഇതിൻ്റെ ഓണർക്ക് ബാംഗ്ലൂർക്ക് സ്ഥലം മാറ്റം കിട്ടി. ഇപ്പോൾ ബാംഗ്ലൂരാണ് പുള്ളി ജോലിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് കാരണം പുള്ളി ഇത് കൊടുക്കണേണ്. കാരണം ഇവിടെ നോക്കാനൊന്നും ആരുമില്ല. കാരണം ഇവരിവിടെ താമസം ഉണ്ടായിരുന്നപ്പോൾ അധികം നാൾ താമസിച്ചില്ല. കൂടി വന്നിരുന്നെങ്കിൽ ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസം മാത്രമേ താമസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയണേന് കുറേ പേര് ലൈക്ക് അടിക്കണില്ല. അവരൊന്ന് ദയവായിട്ട് ലൈക്ക് അടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ. സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. ഒരഴുക്ക് പോലും ഇല്ല. അല്ല താമസമില്ല. പിന്നെ നമ്മൾ അഴുക്കുണ്ടാകണം എങ്ങനെയല്ലേ. കാരണം ഉപയോഗിച്ചാലേ നമുക്ക് അഴുക്കണം. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. കാരണം ഇതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള ഇതുമില്ല. ഇവർ ആകപ്പാടി താഴത്തെ ഫ്ലോർ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. മുകളിലത്തെ 2 റൂം ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് നിങ്ങൾ ആ റൂം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം മുകളിൽ അത്യാവശ്യം സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡായിട്ട് പണിതേക്കണ വീടാണ്. LED ലൈറ്റൊക്കെ ഉണ്ടാകുന്നു, ഇട്ടിട്ടില്ല. അപ്പം അതൊക്കെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയല്ല. ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു പോയിൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ ഉണ്ട്. നിങ്ങൾ വലിപ്പം നോക്കിക്കൊണ്ടിട്ടുണ്ടാവും. ആവശ്യത്തിന് വലിപ്പമുള്ള വീടാണ്. റൂമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമും അതെ നല്ല വലിപ്പമുള്ളതാണ്. അങ്ങനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ ഏരിയ. നല്ല ലുക്കല്ലേ. ഇത് നമുക്ക് ഇതിൻ്റെ ഒരേ റൂമായിട്ട് കാണാം. ഒരു റൂമായിട്ട് കണ്ടാണ് പോവുക. ഒരറ്റത്തുനിന്ന് തുടങ്ങി അങ്ങോട്ട് കണ്ട് സെറ്റാകാം. നോക്കിക്കോട്ടെ റൂമിൻ്റെയൊക്കെ വലിപ്പവും കാര്യങ്ങളെല്ലാം നോക്കിക്കോട്ടെ നിങ്ങൾ. ഉണ്ടോ റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 റൂമാണ്. ഞാൻ അല്ലേ 2100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിൽ 4 ബെഡ്റൂം. ആ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്. ഒരേ റൂമിനും ഒരേ രീതിയാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള റൂമുകളാണ്. എല്ലാം കാണിച്ചുതരാം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ബാത്റൂം. പിന്നെ രണ്ടാമത്തെ റൂം പോയി കാണാം. നേരെ കാണാൻ നമ്മൾ കിച്ചനാണ്. കിച്ചൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ കാണൂടെ. കിച്ചനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കിച്ചനാണ്. കിച്ചനുണ്ട്, സെക്കൻഡ് കിച്ചനുണ്ട്. അതായത് രണ്ടാമത്തെ ബെഡ്റൂം. അതിൻ്റെ വലിപ്പമൊക്കെ നോക്കിവിടെ. എല്ലാവരും ആവശ്യത്തിന് വലിപ്പമുള്ളതാണ്. നല്ല സ്പേസ് ഉണ്ട്. ഒന്നും ഇടുങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല. അതിൻ്റെ ബാത്റൂം. ഈ 2 റൂം മാത്രം അവർ ഉപയോഗിക്കണം. അതിൽ അപ്പുറത്തെ റൂമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കണേ ഇല്ല. ഇതൊക്കെ ആരെങ്കിലും വല്ല ഗസ്റ്റ് വന്നാൽ മാത്രം ആരെങ്കിലുമൊക്കെ വീട്ടിൽ കാരണം പുള്ളി ഒറ്റക്കാണ് അവിടെ താമസിക്കണം. ഒരാൾ ഒറ്റയ്ക്ക് എന്തോരം ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാമല്ലോ. അതേ കൂട്ട് അധികം ഉപയോഗിക്കാത്തൊരു വീട്. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് ഇത് ലാഭമാണ്. കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഇത് 3 വർഷം പഴക്കമുണ്ടെങ്കിലും ഒന്നും വലുതായിട്ടുള്ള ഉപയോഗം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ വീട് ഇങ്ങനെ ഇരിക്കണം തന്നെ. കാരണം ഒരാൾ ഒറ്റക്കുള്ളെങ്കിൽ പിന്നെ അങ്ങ് ഉപയോഗിക്കലൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. പുറത്ത് കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വക സെറ്റപ്പൊക്കെ എല്ലാവരും പക്കയാണ്. വേണ്ട വലിയൊരു കിണർ തന്നെയുണ്ട് ഇവിടെ. വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഇവിടെ താമസിക്കാത്തവരാണ് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് കിടക്കണം. ഇതൊക്കെ ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ചൊന്ന് കഴുകി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല സെറ്റപ്പാണ്. നല്ല സൈലൻ്റ് ഏരിയ, നല്ല കാമാൻ കോയറ്റ് ഏരിയ എന്നൊക്കെ പറയൂലേ, അതേ കൂട്ടത്തൊരു ഏരിയയാണത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നെ ആലുവ ചെമ്പറക്കാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. നിങ്ങൾക്ക് മുകളിലത്തെ ഫ്ലോർ പോയി കാണാം. ചെമ്പറക്ക് സ്റ്റോപ്പിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇത് കറക്റ്റ് 5 സെൻറ്റ് സ്ഥലം, 2100 സ്ക്വയർ ഫീറ്റ് വീട്, 3 വർഷം പഴക്കമുള്ള വീട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 57 ലക്ഷം രൂപയാണ്. വെറും 57 ലക്ഷം രൂപക്കാണ് 2100 സ്ക്വയർ ഫീറ്റ് 5 സെൻറ്റ് സ്ഥലം. അതായത് പുതിയ വീട് എന്ന് തന്നെ പറയാം നമുക്ക്. ആണ് ഉപയോഗിക്കാത്തൊരു വീട്. ഇത് ആലുവ പെരുമ്പാവൂർ റൂട്ടാണ്. 24 മണിക്കൂർ വണ്ടി ബസ്സുള്ള റൂട്ടാണ്. ഒരു 2-3 മിനിറ്റ് ഇടവിട്ട് ബസ്സാണ്. അപ്പം ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ്ടത്. മുകളിലത്തെ റൂം കണ്ടോ, ഫസ്റ്റ് റൂം കണ്ടോ, റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ. അതിൻ്റെ ബാത്റൂം അല്ല, ഈ ബാത്റൂമൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണേ.
നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന്. ഇതേ കൊടുത്ത വീഡിയോകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുള്ളൂ, എപ്പോഴൊന്നും വരാറില്ല. അപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മേടിക്കുക. കാരണം ഇതൊക്കെ ഒന്നും നമുക്കിപ്പോൾ ഒരു 57 ലക്ഷം രൂപയ്ക്ക് ഈ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നഷ്ടമല്ല. കാരണം നമ്മളിപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ പൈസ ആകുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോഴത്തെ എല്ലാത്തിൻ്റെ മെറ്റീരിയലിൻ്റെ വിലയും പണിക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. ഇത് മുകളിലത്തെ 2ാമത്തെ റൂം കേട്ടോ. അപ്പോൾ മൊത്തം 4 ബെഡ്റൂമുള്ള 4 അറ്റാച്ചഡാണ്. ഇതിൻ്റെ ബാത്റൂം കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ട് വെറുതെ ഡൈ ആയിട്ട്. ഇതൊക്കെ ഒന്നും ഒരാൾ ഉപയോഗിക്കാത്ത ബാത്റൂമുകളാണ്. ഉണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടക്കണ്ട. പണിതപ്പം എങ്ങനെ ഇരുന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കണം എപ്പോഴും. ആ ഒരു സെറ്റപ്പിലുള്ള വീട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് അതിനുള്ള ഏരിയയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് തുണിയൊക്കെ കഴുകാനും ഉണക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ അഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ അഴ കെട്ടിയിട്ടേക്കണുണ്ടോ. ഇവിടെ നമുക്ക് തുണിയൊക്കെ ഉണക്കിടാനുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ആണെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ പൈപ്പ്, താഴത്ത് വേസ്റ്റ് വാട്ടറിൻ്റെ പൈപ്പ്. ഇതൊന്ന് കണക്ട് ചെയ്യില്ല, വാഷിംഗ് മെഷീനൊന്നും കണക്ട് ചെയ്യില്ല. കണ്ട ഇവിടെ വെള്ളത്തിൻ്റെ പോയിൻ്റ്, ഇവിടെ പവർ പ്ലഗ്. അപ്പോൾ വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്യാം. മുകളിൽ ഡ്രസ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും ക്ലിയറാണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ ബാൽക്കണി എൻ്റെ കാണാം. ഇതിൻ്റെ ബാൽക്കണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വലിപ്പം എന്നറിയാമോ? നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് ഈ വീടിനുള്ളത്. ഇതുണ്ടോ ബാൽക്കണിയുടെ ഒരു വലിപ്പം നോക്കി. ഇവിടെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടത്. ഇതും ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കവേഡാക്കി ഇട്ടേക്കണാണ് കണ്ടോ. അപ്പോൾ വെയിലും മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊള്ളൂല. മൊത്തം ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണുകയും ചെയ്യാം. നേരെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വില്ല പ്രൊജക്റ്റാണിത്. പിന്നെ അത് കുറച്ച് അവരൊരു ഇഷ്ടത്തിന് പണിതേക്കണം, അല്ലാണ്ട് എല്ലാം യൂണിഫോം പോലെയുള്ളതല്ല. കണ്ടില്ലേ, ഇതാണ് ഈ വീടിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഇതാകപ്പാടെ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. ചെറുതായിട്ടൊന്ന് കാരണം ഈ മഴയും വെയിലൊക്കെ കൊള്ളണല്ലേ. കാരണം ഇപ്പോൾ ഇത് അടിച്ചിട്ട് തന്നെ 3 വർഷമായി. 3 വർഷമായിട്ടും എന്തെങ്കിലും ഒരു ഈർപ്പം പിടിച്ച പാടും കൂടി ഇല്ല. അത്രയും നല്ല ഭംഗിയായിട്ട് ഇടക്കണം. നിങ്ങളിത് വാങ്ങിച്ചു തരണമെങ്കിൽ ഒന്ന് പെയിൻ്റ് അടിക്കുക, ഒന്ന് കഴുകി കുട്ടപ്പനാക്കാം. ഈ ഫ്ലോറൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പാക്കി ഒന്ന് പെയിൻ്റ് അടിച്ച്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് മാത്രമായിട്ട് വേറെ ഒന്നും അടിക്കാനൊന്നുമില്ല. കാരണം ഈ പുറത്ത് വെയിലും മഴയും എല്ലാവരും കൊള്ളാനാണ്. കണ്ടോ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ സിറ്റ് ഔട്ടൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി. എല്ലായിടത്തും നമ്മുടെ കൊതുകിനുള്ള നെറ്റ് അടിച്ചിട്ടുണ്ട്. മുകളിലും താഴത്തും എല്ലാ ഡോറിനും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി അതൊന്നും ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്ത് തരണമെങ്കിൽ അപ്പുറത്ത് ഡൈനിങ് ഏരിയക്ക് ഒരു പ്രൈവസി കിട്ടും. ആ എൻഡിലൊരു പാർട്ടീഷൻ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ.